ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ മുറിയിലേക്ക് വരുമ്പോൾ അവന്തിക പറയുകയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്തായി? അനൂപ് പണവും കൊണ്ട് മുങ്ങിയില്ലേ? അതിന് അനൂപ് എങ്ങോട്ടും പോയില്ലല്ലോ, പണം അർച്ചനയുടെ കയ്യിലുണ്ടല്ലോ എന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എൻ്റെ നന്ദേട്ടൻ അതൊക്കെ വിശ്വസിച്ചോ? അതൊക്കെ അവർ കള്ളം പറയുന്നതല്ലേ. ഞാൻ ആദ്യമേ നന്ദേട്ടനോട് പറഞ്ഞതല്ലേ ഇതെല്ലാം കള്ളക്കൂട്ടങ്ങളാണെന്ന്. ഇത്രയും വർഷമായിട്ടും നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് എപ്പോഴെങ്കിലും മുടങ്ങിയിട്ടുണ്ടോ? എന്നാൽ ഇന്ന് അതല്ലേ ഉണ്ടായത്. നല്ല ആൾക്കാരെ നോക്കാതെ ജോലിക്ക് നിർത്തിയാലേ, അതും ബന്ധവും സ്വന്തവും ഒക്കെ നോക്കി നിർത്തിയാൽ ഇങ്ങനെയാകും അവസ്ഥ. അച്ഛന് ആ കോള് വന്നില്ലായിരുന്നെങ്കിലേ നമ്മളാരും ഒന്നും അറിയില്ലായിരുന്നു. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടാവന്തികെ. ആദ്യം തന്നെ നീ പറഞ്ഞപ്പോൾ എല്ലാം കേൾക്കണമായിരുന്നു. അനൂപിന് ജോലി കൊടുത്തത് വലിയ അബദ്ധം തന്നെ ആയിപ്പോയി. ആ പണം ശരിക്കും അനൂപ് എടുത്തതായിരിക്കും അല്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ, അതെ നന്ദേട്ടാ, ഇത് അനൂപും അർച്ചനയും ചേർന്ന് നടത്തുന്ന കളി തന്നെയാണെന്ന് അവന്തിക പറയുന്നു. എന്താണെങ്കിലും നാളെ അർച്ചന പണം അടയ്ക്കും എന്നല്ലേ പറഞ്ഞത്? നമുക്ക് നോക്കാം എന്താകുമെന്ന്. എന്താകാനാ നന്ദേട്ടാ, നോക്കിക്കോ, നാളെ രാവിലെ തന്നെ അനൂപും അർച്ചനയും കൂടി എന്തെങ്കിലും കള്ളക്കഥയുമായിട്ട് വരും. ഏയ്, ഇതങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നന്ദൻ പറയുമ്പോൾ, രണ്ടിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെന്ന് അവന്തിക പറയുന്നു. അതെ, അത് തന്നെയാ വേണ്ടത്. നമ്മൾ ചതിച്ചത് ആരാണെങ്കിലും അവരെ വെറുതെ വിടാനേ പാടില്ല എന്ന് നന്ദൻ പറയുമ്പോൾ, ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കാര്യം ഇപ്പോൾ അനുഭവത്തിൽ വന്നപ്പോൾ നന്ദേട്ടന് മനസ്സിലായോ എന്ന് അവന്തിക ചോദിക്കുന്നു. നാളെ എന്താണെങ്കിലും എന്താകുമെന്ന് നോക്കാം. അർച്ചന പറഞ്ഞത് പ്രകാരമല്ല കാര്യങ്ങൾ നടക്കുന്നതെങ്കിലേ മറ്റൊരു നന്ദനെയാകും അനൂപും അർച്ചനയും കാണുന്നത്. ഇതൊക്കെ കേൾക്കുന്ന അവന്തിക ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നന്ദൻ അങ്ങോട്ടേക്ക് മാറുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇപ്പോൾ പറഞ്ഞതൊക്കെ നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. ഞാൻ ഇട്ടുകൊടുത്ത കനലുകൾ ആളിപ്പടർന്ന് ഒരു കാട്ടുതീ പോലെ ആകണം. നന്ദ, നിന്നെ ഉൾപ്പെടെ ഇവിടെയുള്ളവരെ എല്ലാവരെയും ഞാൻ എൻ്റെ വരുതിക്ക് കൊണ്ടുവന്നിരിക്കുമെന്ന് അവന്തിക മനസ്സിൽ പറയുമ്പോൾ നന്ദൻ മനസ്സിൽ പറയുകയാണ്, അവന്തികയെ, എന്നെ വരുതിക്ക് കൊണ്ടുവരാനുള്ള നിന്റെ ആഗ്രഹമൊന്നും നടക്കാനേ പോകുന്നില്ല. ഞാനേ സേതുമാധവന്റെ മകനാണ്, നീയോ വിനയചന്ദ്രന്റെ മകളും. നാളെ നീ അറിയും ഈ നന്ദനും അർച്ചനയും ഒക്കെ ആരാണെന്ന്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദൻ അവന്തിക വരുന്നുണ്ടോ എന്ന് നോക്കി മുറിയുടെ പുറത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ അവന്തിക വരുന്നത് കാണുമ്പോൾ നന്ദൻ ഫോണിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ അവിടെ തന്നെ നിന്നോ, പണം ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കാം. ഏയ്, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, എൻ്റെ വൈഫിനെ വിടാം. അവന്തിക ആള് മിടിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ അവൾക്ക് വരാൻ പറ്റുമോ എന്ന്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരാമെന്നും പറഞ്ഞ് നന്ദൻ കോള് കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. നിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് നന്ദൻ പറയുമ്പോൾ, എന്നെ എവിടെ പറഞ്ഞു വിടുന്ന കാര്യമാ പറഞ്ഞതെന്ന് അവന്തിക ചോദിക്കുന്നു. തുടർന്ന് അവന്തികയ്ക്ക് ഒരു പെട്ടി നൽകി നന്ദൻ പറയുകയാണ്, ഇതിൽ 40 ലക്ഷം രൂപയുണ്ട്. ഇത് 3-4 ഇടങ്ങളിലായിട്ട് കൊടുക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പോകാം. അപ്പോൾ അർച്ചനയുടെ കയ്യിലുള്ള ക്യാഷോ? അതൊക്കെ ഞാൻ മേടിച്ചെടുത്തോളാം. ഇപ്പോൾ തന്നെ ഓരോരുത്തരായി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നീ എന്താണെങ്കിലും ഈ പണം അവിടേക്ക് കൊണ്ട് എത്തിക്കണം. ആദ്യം ഇതിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ എടുത്ത് ഓർഫനേജിൽ ഏൽപ്പിക്കണം. ബാക്കിയൊക്കെ ഞാൻ പോകും വഴി തന്നെ വിളിച്ചു പറയാം. സൂക്ഷിച്ചു കൊണ്ടുപോകണം. അത്രയും പറഞ്ഞ് പെട്ടി ഏൽപ്പിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, താങ്ക്സ് നന്ദേട്ടാ, എന്നെ വിശ്വസിച്ചതിന്. നീ ആദ്യം ഇത് കൊണ്ടു കൊടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് നന്ദൻ പറയുന്നു. തുടർന്ന് നന്ദനെ നോക്കിക്കൊണ്ട് അവന്തിക മനസ്സിൽ പറയുകയാണ്, അനാഥാലയത്തിന് 5 ലക്ഷമോ? ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ജോലിയുടെ കൂലിയാണ് ഈ 5 ലക്ഷം. അതുകൊണ്ട് അത് അവന്തികയ്ക്കുള്ളതാ. അങ്ങനെ മുറിയുടെ പുറത്തേക്ക് വരുന്ന അവന്തിക അർച്ചനയെ കണ്ട് പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്താണെങ്കിലും ഇനി വെച്ച് താമസിക്കണ്ട, പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞുകൊണ്ട് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക പണവുമായിട്ട് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് അർച്ചനയുടെ നന്ദന്റെ ആളുകള് വഴിയരികിൽ നിൽക്കുകയും അവന്തികയുടെ കയ്യിൽ നിന്നും ആ പണം തട്ടിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇത് ചെയ്യണമെന്നറിയാതെ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. പെട്ടെന്ന് തന്നെ കാർ എടുത്തുകൊണ്ട് അവന്തിക പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ സ്റ്റാഫിനെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഞാൻ ചോദിച്ചതിന് ഇതുവരെ നീന ഉത്തരമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം. അവന്തിക ഓഫീസിൽ ശരിയായ സമയത്ത് ശരിയായ ജോലി തന്നെയാണോ ചെയ്തത്? അറിയാവുന്നത് പറഞ്ഞാൽ നിനക്ക് മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോകാം, ഇല്ലെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് പോകാം. കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ടീന, ഇന്നത്തോടെ നീ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. ഞങ്ങൾക്കറിയാം ടീനയുടെ വീട്ടിലെ അവസ്ഥ കാരണമാ ഇതിനൊക്കെ കൂട്ടുനിന്നതെന്ന്. ടീനയ്ക്ക് ഒന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. പറയാം സാർ, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയാമെന്ന് ടീന പറയുന്നു. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോടെ പറയുകയാണ്, മതി, ഞാൻ ചോദിച്ചതിന് ആദ്യം നീ ഉത്തരം പറ. അവന്തിക മേഡം ഓഫീസിൽ നിന്നും ധാരാളം തിരിമറികൾ നടത്തിയിട്ടുണ്ട് സാർ.
അതിൽ കുറച്ചൊക്കെ എനിക്കറിയാം. 3 മാസം കൂടുമ്പോൾ ഓർഫനേജിലേക്ക് കൊടുക്കാറുള്ള ഡൊണേഷന്റെ പകുതി മാത്രമേ ഇപ്പോൾ കൊടുക്കാറുള്ളൂ. സ്കൂള് തുറക്കുമ്പോൾ കൊടുക്കാറുള്ള അനാഥരായുള്ള കുട്ടികൾക്കുള്ള ഫണ്ട് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ ആ ഫണ്ട് മേഡത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാ പറഞ്ഞത്. മേഡത്തിന് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മേഡം തന്നെ പണമെടുത്ത് മറിക്കുകയാണ് സാർ. വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അതൊന്നും കേൾക്കാറില്ല. എന്നെ ഭീഷണിപ്പെടുത്തും, ജോലിയിൽ നിന്നും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഓർഫനേജിൽ നിന്നും വിളിച്ച് തിരക്കാറില്ലേ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ കമ്പനി നഷ്ടത്തിലാണെന്നും പൈസയ്ക്ക് ടൈറ്റ് ആണെന്നുമൊക്കെ പറയുമെന്ന് നീന പറയുന്നു. ഇത് സാറിനെ വിളിക്കരുതെന്നും വിളിച്ചാൽ വിഷമമുണ്ടാകുമെന്നും പറഞ്ഞ് ഞങ്ങളെ ആരെക്കൊണ്ടും വിളിപ്പിക്കാറില്ല. ഇടത്തെ സഹായിക്കുന്ന വേറെ ആരെങ്കിലും നമ്മുടെ ഓഫീസിലുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് ടീന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനെ ഏൽപ്പിച്ച ഗുണ്ടകള് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അർച്ചനയെ വിളിക്കുന്നതാണ്. നന്ദനോട് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെന്ന് അർച്ചന ആക്ഷൻ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക തന്റെ ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലുകയും അനൂപിന്റെ അടുത്ത് നിന്ന് മോഷ്ടിച്ച പണം തിരികെ വാങ്ങുകയും ചെയ്യുന്നു. അതിൽ നിന്നും ഒരു നോട്ട് കെട്ട് അവർക്ക് കൊടുക്കാനും അവന്തിക മറക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അനഘ വീട്ടിലേക്ക് വരുമ്പോൾ സേതു ദേഷ്യത്തോടെ അനഘയോട് അവന്തികയെ വിളിക്കാൻ പറയുന്നു. അതേസമയം അവന്തിക നെല്ലിശ്ശേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താ എല്ലാവരുടെയും മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ അനഘേ, എന്തു പറ്റിയെന്ന് അവന്തിക ചോദിക്കുന്നു. എന്താ നന്ദേട്ടാ, എന്താ കാര്യമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ നീ പോയ കാര്യം എന്തായെന്ന് നന്ദൻ ചോദിക്കുന്നു. എല്ലായിടത്തും ഞാൻ പണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓർഫനേജിലെ മക്കളുടെ കരച്ചിലൊന്ന് കാണണമായിരുന്നു. എനിക്കും വല്ലാതെ വിഷമം വന്നു. ഇനി മുതൽ എൻ്റെ പ്രാർത്ഥനയിൽ അവരും കാണുമെന്ന് പറഞ്ഞ് അവന്തിക മുറിയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ നന്ദൻ പറയുകയാണ്, നീയൊന്നവിടെ നിന്നേ. കേൾക്കുന്ന അവന്തിക സംശയത്തോടെ നന്ദനെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.